ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ജൂലൈ 2025 ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്ന പ്രോട്ടീൻ പൗഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഈ ഒരു ഡീറ്റെയിൽസ് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് മസിൽ ബ്ലേസിന്റെ ബയോസൈൻ പെർഫോമൻസ് വേ ആണെന്ന് കണ്ടെത്തി. അതിനോടൊപ്പം തന്നെ 7 പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസും ഇവർ പുറത്തുവിട്ടു. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു 7 പ്രൊഡക്ട്സ് നമുക്ക് നോക്കാം. അതിനോടൊപ്പം തന്നെ രണ്ടാമതായി വന്നിരിക്കുന്ന പ്രൊഡക്ട്സിന്റെ പേര് കേട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഞെട്ടും. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ ഒരു പ്രൊഡക്ട്സ് എന്ന് നോക്കാം. 7ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് വോൾ ദ ട്രൂത്തിൻ്റെ വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ആണ്. 6ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നാക്പ്രോയുടെ ഇമ്പാക്റ്റ് വേ പ്രോട്ടീൻ ആണ്. 5ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മസിൽ അസ്യൂമിൻ്റെ വേ പ്രോട്ടീൻ ആണ്. 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അവതാറിൻ്റെ വേ പ്രോട്ടീൻ ആണ്. 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആസിറ്റീസിൻ്റെ ഓട്ടം വേ ആണ്. 2ാം സ്ഥാനത്ത് ബിഗ് മസിൽ ന്യൂട്രീഷൻ്റെ പ്രീമിയം ഗോൾഡ് ആണ് വന്നിരിക്കുന്നത്. 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മസിൽ ബ്ലേസിൻ്റെ ബയോസൈം പെർഫോമൻസ് വേ ആണ്. മറ്റ് പ്രോട്ടീൻ ബ്രാൻഡുകളെ പിന്തള്ളിക്കൊണ്ടാണ് മസിൽ ബ്ലേസ് 1ാമത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു പെർഫോമൻസ് വേ എന്ന് പറയുന്നത്. ഇത് ഞാൻ കുറേ നാൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ റീബൈ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ മസിൽ ബ്ലേസിന്റെ ബയോസൈം പെർഫോമൻസ് വേ എന്ന് പറയുന്നത്. ഇതൊരു യൂസ്ഡ് ഡബ്ബയാണ്. ഇത് ഞാൻ ആക്ച്വലി പ്രോട്ടീൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഡബ്ബയാണ്. പക്ഷെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് മസിൽ ബ്ലേസിന്റെ പ്രോട്ടീൻ ചെക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഒരു സാമ്പിൾ പാക്കറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പാക്കറ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. സാമ്പിൾ പാക്കറ്റ് എനിക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സീലിംഗ്സ് ഒക്കെ പക്കായാണ്. ഇവരുടെ ഒരു പാക്കേജിംഗ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. മസിൽ ബ്ലേസിന്റെ ഏതൊരു പ്രോഡക്റ്റ് മേടിച്ചാലും അവർ നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്ത് തരുന്നത്. ഇപ്പൊ ഇതൊരു സാമ്പിൾ പാക്കറ്റ് ആയിട്ട് കൂടി ഇവർ നല്ല രീതിയിൽ അത് പാക്ക് ചെയ്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. മസിൽ ബ്ലേസ് ബയോസൈം പെർഫോമൻസ് വേ ഇന്ത്യൻ ബോഡി ടൈപ്പ് ഉള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോട്ടീൻ ആണെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഇന്ത്യൻ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കൂടുതലായതിനാൽ മറ്റ് പ്രോട്ടീൻ ബ്രാൻഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ റേറ്റ് വളരെ കുറവായിരിക്കുമെന്നും, എന്നാൽ ഈ ഒരു പ്രോട്ടീനിൽ എൻഹാൻസ്ഡ് അബ്സോർപ്ഷൻ ഫോർമുല ചേർത്തിട്ടുള്ളതിനാൽ മറ്റ് പ്രോട്ടീൻ ബ്രാൻഡുകളെക്കാട്ടിലും കൂടുതൽ പ്രോട്ടീൻ അബ്സോർപ്ഷൻ ഈ ഒരു പ്രോട്ടീന് കിട്ടുമെന്നാണ് മസിൽ ബ്ലേസിൻ്റെ കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ലാബുകളിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണിത്. പുതുതായി ഇറങ്ങുന്ന ചോക്ലേറ്റ് ഫ്ലേവർ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്ത് നല്ല ടേസ്റ്റി ആക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ മസിൽ ബ്ലേസ് ആണ് ആദ്യമായി ഇതുപോലെ ഒരു സ്കൂപ്പ് ഡിസൈനിങ് ചെയ്തത്. ഇത് ശരിക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ആണ് ഈ ഒരു പ്രോട്ടീനിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ എൻഹാൻസ്ഡ് അബ്സോർപ്ഷൻ ഫോർമുലയാണ് മറ്റ് പ്രോട്ടീനിൽ നിന്നും ഈ പ്രോട്ടീനെ വ്യത്യസ്തമായി നിലനിർത്തുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മസിൽ ബ്ലേസിൻ്റെ പാക്കേജിങ്ങിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. നല്ല രീതിയിലാണ് ഇവരെല്ലാം പാക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ചെറിയൊരു സാമ്പിൾ പാക്കറ്റ് ആണെങ്കിൽ കൂടി അതിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പാക്കിംഗ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ലെറ്റേഴ്സും ഡീറ്റെയിൽസും ഒക്കെ തന്നെ 3Dയിൽ തന്നെയാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് സർട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് പാക്കിങ്ങിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് മസിൽ ബ്ലേസിൻ്റെ ബയോസൈം പെർഫോമൻസ് വേ. വിന്നർ ഓഫ് സ്പോർട്സ് ന്യൂട്രീഷൻ ഓഫ് ദ ഇയർ അവാർഡും ഈ ഒരു പ്രോഡക്റ്റിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാബ്ഡോർ USA സർട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും ട്രസ്റ്റിഫൈഡിൻ്റെ സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും എല്ലാം തന്നെ ഫ്രണ്ടിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് ആകട്ടെ, ഇൻസ്റ്റാഗ്രാം ആകട്ടെ, നമ്മുടെ ഏതൊരു പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും അവിടെ നമുക്ക് പരസ്യം കാണുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു പെർഫോമൻസ് വേ. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത് കൂടുതലായിട്ടും മേടിച്ചിട്ടുള്ളത്. പക്ഷെ മേടിച്ചെന്ന് പറഞ്ഞാലും ഇതിന് ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ലാബ്ഡോർ USA സർട്ടിഫിക്കേഷൻ ഇങ്ങനെയൊക്കെ പറയുന്നത് മാർക്കറ്റിംഗ് ഗിമിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതല്ലാതെ അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയിലെ പോലെ തന്നെ വലിയ സപ്ലിമെന്റ്സിന് വലിയ റെഗുലേഷൻ ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഈ ഒരു USA എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പ്രോട്ടീന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മസിൽ ബ്ലേസിന്റെ പ്രോചെക്ക് എന്ന് പറഞ്ഞ ഒരു എക്യുപ്മെന്റ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോട്ടീന്റെ പെർസെന്റേജ്, പ്രോട്ടീന്റെ ക്വാളിറ്റി, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഏതായാലും അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോചെക്ക് എന്ന് പറയുന്ന ഈ ഒരു സാധനം മറ്റേതെങ്കിലും ഒരു പ്രോട്ടീൻ കമ്പനി ഇറക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ആരും തന്നെ ഇറക്കുന്നത് എനിക്ക് അറിയില്ല. മസിൽ ബ്ലേസിന്റെ കമ്പനിയാണ് ഈ ഒരു വളരെ ധൈര്യപൂർവ്വം ഈ ഒരു സാധനം ഇറക്കിയത്. കാരണം ഇത് ഉപയോഗിച്ച് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. പ്രോട്ടീന്റെ ക്വാളിറ്റി, പെർസെന്റേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണിത്. അപ്പൊ ഈ ഒരു സാധനം ഇറക്കാനായിട്ട് കാണിച്ച മസിൽ ബ്ലേസ് കമ്പനിയുടെ ധൈര്യത്തിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം. കാരണം നമുക്കറിയാം ഇന്ന് നമ്മുടെ ഫിറ്റ്നസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു
ഒരു പ്രോട്ടീൻ ബിസിനസ് എന്ന് പറയുന്നത് ഒരുപാട് ഫേക്ക് പ്രോഡക്ട്സ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈ ഒരു ടെസ്റ്റിംഗ് കിറ്റ് അവരുടെ പ്രൊഡക്റ്റിന്റെ കൂടെ ഇറക്കണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം അവരുടെ പ്രൊഡക്റ്റിനെ അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അത്രത്തോളം വാല്യൂ നൽകുന്നു എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഞാൻ ഇനി റീസെന്റ് ആയിട്ടുള്ള വീഡിയോസിൽ, ഈ വരുന്ന വീഡിയോസിൽ ഇത് ഉപയോഗിച്ച് ഞാൻ മറ്റുള്ള കമ്പനീസിന്റെ പ്രോട്ടീൻസ് ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ നിങ്ങൾ ഫോളോ ചെയ്തോളുക. നമുക്കിനി പ്രോട്ടീൻ പൗഡർ ടെസ്റ്റ് ചെയ്യാം. ആദ്യം തന്നെ ഒരു 200 ml വെള്ളം നമ്മൾ എടുക്കണം, കൃത്യമായി തന്നെ എടുക്കണം 200 ml വെള്ളം. അതിലേക്ക് നമുക്ക് 1 സ്കൂപ്പ് പ്രോട്ടീൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പാക്കറ്റിൽ വന്നിരിക്കുന്നത് 1 സ്കൂപ്പ് പ്രോട്ടീനാണ്. മസിൽ ബ്ലേസ് ബയോസൈൻ പെർഫോമൻസ് വേ 36 ഗ്രാമാണ് ഒരു സ്കൂപ്പ് വരുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഏതായാലും ഒരു വെയിങ് സ്കെയിലിലേക്ക് ഇട്ട് നോക്കിയിട്ടുണ്ട്. നോക്കിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് പ്രോട്ടീനാണ്. ഇനി നമുക്കിത് ഷെയ്ക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 30 to 35 സെക്കൻഡ് നമ്മൾ നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്യണം. ഞാൻ ഏതായാലും പ്രോട്ടീൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്താൽ കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം അവർ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ടെസ്റ്റ് ട്യൂബും വയാൽസും എടുക്കണം. അതിന് നമുക്ക് പ്രോചെക്ക് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. പ്രോചെക്കിനകത്ത് വരുന്നത് 2 വയാൽസും 2 ടെസ്റ്റ് ട്യൂബുമാണ്. നമുക്കിനി വയാലിലുള്ള കെമിക്കൽ സൊല്യൂഷൻ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിക്കുമ്പം 35 ml എന്നുള്ള അളവിലേക്ക് വന്ന് നിൽക്കും. അതിനുശേഷം നമ്മൾ ഷെയ്ക്ക് ചെയ്ത് വെച്ച പ്രോട്ടീൻ 10 ml ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏതായാലും അതും കൂടി ഒന്ന് കൃത്യമായി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മുകളിലേക്ക് പ്രോട്ടീൻ ഡെപ്പോസിറ്റ് ആകുന്നത്. നല്ല പ്രോട്ടീൻ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആകത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് താഴ്ന്നു പോകുന്നതാണ്. ഇനി നമുക്കിത് നല്ല രീതിയിൽ അടച്ച് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്യണം. ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയൊക്കെയാണ് കാണുന്നതെങ്കിൽ അതൊരു ഫേക്ക് പ്രോഡക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷൻസ് അവിടെ കൃത്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. 24 മണിക്കൂറിന് ശേഷം ഡെപ്പോസിറ്റഡ് ആകുന്ന പ്രോട്ടീൻ കണ്ടന്റ് 9 ml എങ്കിലും കൃത്യമായി വരണം. എങ്കിൽ മാത്രമേ ഉള്ളൂ അതൊരു നല്ല പ്രോഡക്റ്റ് ആണ്, അതിൽ വേ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. നമുക്കപ്പോൾ 24 മണിക്കൂറിന് ശേഷമാണ് കംപ്ലീറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നത്. ഇപ്പം നമുക്കിപ്പോൾ കാണാൻ സാധിക്കും മിക്സബിലിറ്റിയൊക്കെ ഓക്കെയാണ്, ഒരു കുഴപ്പവുമില്ല. നമുക്കപ്പോൾ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് കേട്ടോ, കുഴപ്പമില്ല, സെറ്റപ്പാണ്. ഇപ്പോൾ കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അകത്ത് കുറേയധികം കെമിക്കൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പതിയെ ആ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്തുള്ള പ്രോട്ടീൻ കണ്ടന്റ് താഴേക്ക് ഡെപ്പോസിറ്റഡ് ആകുന്നത് കാണാം. ഇങ്ങനെ ഡെപ്പോസിറ്റഡ് ആയി നമുക്ക് 9 മിനിമം വരണം എന്നതാണ് കണക്ക്. അപ്പോൾ നമുക്ക് ഏതായാലും 24 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 24 മണിക്കൂറിന് ശേഷമുള്ള റിസൾട്ടാണ്. നമുക്ക് 10 കിട്ടിയിരിക്കുന്നത്. അതിനർത്ഥം 75 to 85% പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ടെന്നാണ്. അതുപോലെ തന്നെ ഇൻവേർഷൻ ടെസ്റ്റിലും ഈ ഒരു പ്രോഡക്റ്റ് സക്സസ് ആയി പാസ്സായിട്ടുണ്ട്. ഇതൊരു ഫേക്ക് പ്രോഡക്റ്റ് ആയിരുന്നെങ്കിൽ മേളിൽ ഇതുപോലെ തന്നെ കട്ട പിടിച്ച് പ്രോട്ടീൻ കണ്ടൻറ്റ് നിൽക്കുകയില്ലായിരുന്നു. ഇനി നമുക്ക് ഈ ടെസ്റ്റ് ട്യൂബിലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് പുറത്തെടുത്ത് പരിശോധിക്കണം. ഇതുവരെയുള്ള എല്ലാ ചെക്കിങ്ങിലും ഈ ഒരു പ്രോട്ടീൻ സക്സസ്ഫുള്ളി പാസ്സായിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ഒരു വാല്യൂ 9 താഴെ ആയിരുന്നെങ്കിൽ അതൊരിക്കലും ഒരു വേ പ്രോട്ടീൻ ആയിരിക്കത്തില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് അടിഞ്ഞിരിക്കുന്ന ഈ ഒരു സെറ്റിൽമെൻറ്റ് പുറത്തെടുത്ത് പരിശോധിക്കണം. പുറത്തെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് സോളിഡും യൂണിഫോമും അല്ലെങ്കിൽ കൊയാഗുലേറ്റഡുമായിട്ടുള്ള രീതിയിലുള്ള ഒരു സെറ്റിൽമെൻ്റ് ആണ്. അതിനർത്ഥം ഇതിൻ്റെ അകത്ത് വേ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്നാണ്. ഫൈനലി ഈ ഒരു ടെസ്റ്റ് റിസൾട്ടിൽ ഇത് കംപ്ലീറ്റ്ലി പാസ്സായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക.